പാട്ടും കൂത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആ പുസ്തകത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുസ്തകം ഫിയർലെസ് ലിവിങ്, യോഗ ആൻഡ് ഫെയ്ത്ത്. അപ്പോൾ നമുക്ക് പേടി കൂടാതെയുള്ള ജീവിതം, അതിൽ യോഗയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം. ഇത് DC ബുക്സ് വിവർത്തനം ചെയ്തിട്ടുണ്ട്, നിർഭയ ജീവിതം എന്നൊരു പുസ്തകം. അപ്പോൾ അതിലെ കുറച്ച് കൊട്ടേഷൻസ് നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തത്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വേറൊന്ന്, ആകാംക്ഷ ജനിപ്പിക്കുന്ന സന്ദർഭങ്ങളുടെ മിഥ്യ തിരിച്ചറിഞ്ഞ് നന്മയും ശുഭാപ്തി വിശ്വാസവുമുള്ള ഫലത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവയാണ് വേണ്ടത്. കാരണം നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നല്ല ഒരു മെൻ്റൽ പൊസിഷനിൽ നമ്മൾ ജോലി ചെയ്യണം. അതായത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം, എന്നാലല്ലേ ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഭാവനയിൽ നിന്നും ചിന്തയിൽ നിന്നും ജനിക്കുന്ന മഹാരോഗമാണ് ഭയം. നമ്മളോരോന്നും ആലോചിച്ച് കൂട്ടുക ചെയ്യുക, അത് എങ്ങനെയാവില്ലേ, അങ്ങനെയാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതാണ് ഭയം. സ്വയം ശപിക്കാതിരിക്കുക, അത് മിക്കവാറും ആളുകൾ ചെയ്യണതാണ്. കാരണം ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോഴൊക്കെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കുക, ഞാൻ ഇങ്ങനത്തെ ഒരു ശപിക്കപ്പെട്ട ജന്മമായല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കുക, അത് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ഏത് ജോലി ചെയ്താലും കർമ്മങ്ങൾ നിസ്വാർത്ഥമായും സ്നേഹത്തോടും കാര്യപ്രാപ്തിയോടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എത്രയൊക്കെ ആയാലും നമ്മളൊരു CCTV പോലെ ഒരു ഇവാലുവേഷൻ പ്രപഞ്ചശക്തി നടത്തുന്നുണ്ട് എന്നുള്ള ഏതൊരു പണി ചെയ്യുമ്പോഴും നമ്മൾ ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സ്നേഹത്തോടും കാര്യപ്രാപ്തിയോടും ആത്മാർത്ഥതയോടും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തും. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. വേറൊന്ന്, ആത്മാർത്ഥമായും സ്നേഹമായും തങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ നാം പഠിക്കേണ്ടതാണ്. അതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പരമമായ മാർഗം. പിന്നെ വേറൊന്ന്, ബാല്യകാലമാണ് ജീവിതത്തിൻ്റെ ആധാരശില. ആ കാലഘട്ടത്തിൽ ആശയങ്ങൾ എന്നെന്നും നിലനിൽക്കുന്ന മൂല്യങ്ങൾ ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള ഉപദേശങ്ങൾ, ചിന്താരീതികൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം അതിന് നമ്മൾ ശ്രമിക്കണം. വേറൊന്ന്, ഈ ലോകത്തുള്ള ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് ക്ഷമിക്കേണ്ടതില്ല എന്ന മനസ്സിൻ്റെ ഉറപ്പാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ ആധാരം. ഇപ്പം നമ്മളിപ്പോൾ ആലോചിച്ച് ടെൻഷനായി ഡിപ്രഷനായി ഒക്കെ അല്ലാതെ നമ്മൾ കുറേ ആലോചിച്ച് കൂട്ടിയിട്ടൊന്നും ഈ പ്രപഞ്ചത്തിലൊരു ഒഴുക്കിനാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം നേരത്തെ നമ്മൾ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ കർമ്മത്തിൻ്റെയും സഞ്ചിത കർമ്മത്തിൻ്റെയും നമ്മളിതുവരെ ആർജിച്ചെടുത്ത പുണ്യപാപങ്ങളുടെയും അനുസരിച്ചാണ് നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ വരിക. മറ്റ് ജന്മങ്ങളിലേക്ക് അതിൻ്റെ തുടർച്ചയാണ് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകം പറ്റുമെങ്കിലൊന്ന് വാങ്ങി വായിച്ചാൽ നല്ലതാണ്. യോഗ ആൻഡ് ഫെയ്ത്ത്ഫുൾ ലിവിങ് എന്നൊരു ബുക്ക് നമ്മളെ ശരിക്കും ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസ് ഇറക്കുന്നുണ്ട്. USA-യിലൊരു ബുക്ക് കമ്പനിയാണ്. ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ www.himalayaninstitute.org എന്ന ഒരു സൈറ്റിലൂടെ നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ.